എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പട്ടുപാവാട ഇതുപോലെ പ്ലീറ്റൊക്കെ എടുത്ത് ഇത്രയും ഭംഗിയായിട്ട് നമുക്കൊന്നും തയ്ച്ച് പഠിച്ചാലോ. ഇന്നേ വരെ തയ്ക്കാത്തവർക്ക് പോലും നമുക്ക് ഇതുപോലൊരു സ്കേർട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പട്ടുപാവാട തയ്ക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പഴയൊരു സെറ്റ് സാരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സെറ്റ് സാരിയിൽ നിന്നും 3 മീറ്റർ തുണി മുറിച്ചെടുക്കണം. ഒരു പാവാടയ്ക്ക് മിനിമം 3 മീറ്റർ തുണിയെങ്കിലും വേണം കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ലോണം പ്ലീറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. 3 മീറ്റർ അളന്ന് നമ്മൾ എങ്ങനെയാണ് സെറ്റ് സാരിയിൽ നിന്നും തുണി മുറിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ അളവിനായിട്ട് എടുക്കുന്ന ടേപ്പ് എന്ന് പറയുമ്പോൾ അത് 1.5 മീറ്ററാണ് വരുന്നത്. ആ ടേപ്പിന് 2 പ്രാവശ്യമായിട്ട് മടക്കി എടുത്ത് കഴിയുമ്പോൾ 3 മീറ്റർ തുണി നമുക്ക് കറക്റ്റായിട്ട് അളന്നെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മൾ 3 മീറ്റർ തുണി അളന്നെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 മീറ്ററായിട്ട് നമ്മുടെ ടേപ്പ് വെച്ച് അളന്ന് തുണി എടുത്തിട്ടുണ്ട് സെറ്റ് സാരിയിൽ നിന്നും. അപ്പോൾ അത്രയും തുണി നമുക്ക് ഇനിയൊന്ന് ഇതുപോലെ മടക്കി ഇട്ടിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ തുണി മുറിച്ചെടുക്കുന്ന അളവ് നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ വീട്ടിൽ കുട്ടികളുടെ ഒരു പാവാട ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് നോക്കുക എത്രത്തോളം തുണി നീളത്തിലാണ് ആ ഒരു പാവാടയ്ക്ക് എടുത്തിരിക്കുന്നതെന്നുള്ളത് ടേപ്പ് വെച്ച് അളന്ന് നോക്കുക. അതേ സെയിം തുണി തന്നെ നമ്മൾ സെറ്റ് സാരിയിൽ നിന്നും അതിൻ്റെ നീളത്തിനനുസരിച്ച് മുറിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ തുണിയൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ട് നമ്മുടെ പാവാടയ്ക്ക് എത്ര ഇറക്കമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ആ ഇറക്കം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ട ഇറക്കം എന്ന് പറഞ്ഞാൽ 37 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മുറിച്ചെടുക്കുന്നത് 35.5 ഇഞ്ചാണ് മുറിച്ചെടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടെ ചേർത്താണ് 35.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ബാക്കി നമുക്ക് 2 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു പടി വെച്ച് കൊടുക്കുമല്ലോ, അതിലാണ് ബാക്കി ഇറക്കം നമ്മൾ കൂട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് 35.5 ഇഞ്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ അത്രയും തുണിയൊന്ന് താഴോട്ടുള്ള കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 35.5 ഇഞ്ച് ഇറക്കത്തിൽ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ള തുണിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുന്ന ആ പടിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഇടുപ്പ് വണ്ണം എത്രയാണെന്ന് നോക്കണം. പാവാടയ്ക്ക് എത്ര ഇഞ്ച് വണ്ണം വേണോ അതിൻ്റെ പകുതിക്ക് തുണി മടക്കി ഇട്ടിട്ട് വേണം നമുക്ക് ഇനി അത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ തുണി 2ആയിട്ട് മടക്കിയിട്ട് 16 ഇഞ്ച് നീളത്തിലാണ് ഞാനിവിടെ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 2 ഇഞ്ച് വീതി പടി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ഇഞ്ച് മേളിലോട്ടായിട്ട് ഇതുപോലൊന്ന് അതിൻ്റെ നീളം എടുക്കുക. 2 സൈഡിൽ നിന്നായിട്ട് 4 ഇഞ്ച് മേളിലോട്ട് നീളം എടുത്തിട്ട് 16 ഇഞ്ച് നീളത്തിൽ തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 16 ഇഞ്ച് നീളത്തിൽ തുണി കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ നിവർത്തി കഴിയുമ്പോൾ അത് കിട്ടുന്നത് നമുക്ക് 32 ഇഞ്ച് വണ്ണമാണ് കിട്ടുന്നത്. അപ്പോൾ 32 ഇഞ്ച് വണ്ണത്തിലുള്ളവർക്ക് മാത്രമാണ് ഈ ഒരളവിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കുട്ടികളുടെ പാവാട ഉണ്ടെങ്കിൽ അതിൽ നോക്കുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് വണ്ണം അറിയാൻ പറ്റും. അതുപോലെയുള്ള വണ്ണം അനുസരിച്ച് ഇതുപോലെ നീളത്തിലൊരു തുണി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ 2 പീസ് തുണി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 പീസ് തുണിയും കൂടി ചേർത്ത് വെച്ച് തയ്ച്ചാലേ ഉള്ളൂ നമ്മൾ മേളിൽ വയ്ക്കുന്ന ആ പടിക്ക് നല്ല ബലം ഉണ്ടാകത്തുള്ളൂ. ഒറ്റ തുണിയായിട്ട് വെച്ച് കഴിയുമ്പോൾ അതിന് കട്ടി കുറവായിരിക്കും, സ്ട്രോങ് ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ 2 പീസ് തുണി എടുക്കുന്നുണ്ട്. 16 ഇഞ്ച് നീളം 4 ഇഞ്ച് വീതിയിൽ പാവാടയുടെ മേളിൽ വരുന്ന പടിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന തുണിയാണ്. നമുക്ക് പാവാടയുടെ പ്ലീറ്റ് എടുക്കുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ ഇച്ചിരി വീതിക്കാണ് പ്ലീറ്റ് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് വീതി മതിയെങ്കിൽ 2 ഇഞ്ച് വീതിക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ മുട്ട് സൂചി ഉണ്ടെങ്കിൽ അത് ഇതുപോലെ മേളിലായിട്ട് കുത്തി വയ്ക്കുക. ഞാനിപ്പം മുട്ടുപിന്നില്ലാത്തത് കൊണ്ട് ഞാനിവിടെ സാരിയിലൊക്കെ കുത്തുന്ന പിന്നാണ് എടുത്തിട്ട് ഇതുപോലൊന്ന് പ്ലീറ്റ് എടുത്ത് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മേളിലോട്ടായിട്ട് ഇതുപോലൊന്ന് കുത്തി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഇങ്ങനെ പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ താഴെ വരെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ് കിടക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് എത്ര ഇഞ്ച് വണ്ണത്തിലാക്കി എടുക്കണം എന്നറിയാവോ? 32 ഇഞ്ച് നീളത്തിലാക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിതാ പ്ലീറ്റ് എടുത്തെടുത്ത് ഇത് അവസാനത്തെ പ്ലീറ്റും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം ഇതാ മേളിൽ പിന്നെല്ലാം കുത്തി വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേളിൽ വരുന്ന ആ മടക്കി വെച്ച് തയ്ക്കേണ്ട പടിക്കുള്ള തുണി എടുക്കുക. 32 ഇഞ്ച് നീളത്തിലല്ലേ നമ്മളത് എടുത്തിരിക്കുന്നത്. അതൊന്ന് വെച്ച് നോക്കുക അത്രയും നീളത്തിലാണോ നമ്മൾ പ്ലീറ്റ് എടുത്ത തുണി കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ച് ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ ആ പ്ലീറ്റുകൾ അങ്ങനെ തന്നെ മാറാതിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അയൺ ചെയ്യുന്നില്ല, മേളിൽ കൂടെ ഇങ്ങനെ നീളത്തിലൊന്ന് ആ പിന്നെ ഊരാതെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അതുപോലെ പ്ലീറ്റുകൾക്ക് ഇത്രയും വീതി വേണ്ട, നിങ്ങൾക്ക് ഇതിലും കുറച്ച് മതിയെങ്കിൽ ഇച്ചിരി ചെറുതാക്കിയുള്ള പ്ലീറ്റുകൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മേളിൽ കൂടെ ഞാൻ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ്, ഈ 2 സൈഡ് വരുന്ന ഭാഗം ഇതാ ഉള്ളിലേക്കായിട്ട് ഇതുപോലൊന്ന് ചെറിയ വീതിയിലൊന്ന് മടക്കി വെച്ചിട്ട് ഒരു 2 ഇഞ്ച് നീളത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ സ്കേർട്ടിൻ്റെ ഇവിടെ ശകലം ഓപ്പൺ വേണമെങ്കിൽ ആ ഓപ്പൺ വരുന്ന ഭാഗത്താണ് ഇതുപോലെ 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ 2 സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഞാൻ.
അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേളിൽ വരുന്ന ആ പടിയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇത് ആ തുണി 2 പീസ് ആണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കട്ട് കിട്ടാൻ വേണ്ടിയാണ് 2 പീസ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ബോർഡർ വരുന്ന ഭാഗം താഴെയും വെച്ചിട്ട് ഉള്ളിൽ പ്ലെയിൻ ആയിട്ടുള്ള തുണിയും വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്നിച്ച് നീളത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 അരിക് ഇതുപോലെ ചെറിയ വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് ആദ്യം തന്നെ എടുക്കണേ. അപ്പോൾ ഈ മേളിൽ വരുന്ന തുണിയിൽ 2 പീസ് എടുത്തിരിക്കുന്നതിനകത്ത് നമ്മുടെ കയ്യിൽ ചുരിദാർ നെക്ക് തയ്ക്കുന്ന ക്യാൻവാസ് ഉണ്ടല്ലോ, പേപ്പർ ക്യാൻവാസ് കയ്യിലുണ്ടെങ്കിൽ അത് ഒരു പീസ് കട്ട് ചെയ്ത് തുണിയുടെ അളവിലെടുത്തിട്ട് അത് തുണിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് മേളിലിങ്ങനെ കട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ നമുക്ക് ഈ പടി വരുന്ന തുണിക്ക് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ തുണി ഇതുപോലെ നല്ല വശമായിട്ട് താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മൾ പ്ലീറ്റ് എടുത്ത തുണി ഇതുപോലെ സൈഡിലായിട്ട് ഇതുപോലെ വയ്ക്കുക. ഇങ്ങനെ വെച്ച് രണ്ടും കൂടെ ഒന്നിച്ച് ഇതുപോലെ നീളത്തിൽ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇത് കണ്ട ഈ ബോർഡർ വരുന്ന ഭാഗമാണ് ഞാൻ നല്ല വശത്തേക്ക് ആക്കിയേക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് തയ്യൽ തുമ്പുള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇങ്ങനെ നല്ല വശത്തേക്ക് വെച്ചിട്ടാണ് ആ ബോർഡർ വരുന്ന ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അത് വരുമ്പോഴത്തേനും നല്ലൊരു ഭംഗിയല്ലേ. ഇനി ഇതുപോലെ അങ്ങ് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു വള്ളിയാണ് സ്റ്റിച്ച് ചെയ്തിടുന്നത് കേട്ടോ. നമ്മൾ അണ്ടർ സ്കേർട്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തിടുന്ന ചെറിയ രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു വള്ളിയില്ലേ, ആ ഒരു വള്ളിയാണ് കേട്ടോ ഈ സ്കേർട്ടിൻ്റെ ഉള്ളിലൂടെ ഇട്ടെടുക്കുന്നത്. ഇനി ഇതുപോലെ ചീത്തവശമായിട്ട് വെച്ച് രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് മേളിൽ നിന്ന് കുറച്ച് നമുക്ക് ഓപ്പൺ വേണ്ടത് എത്രയാണോ അത്ര ഇട്ടിട്ട് ബാക്കി മേളിൽ തൊട്ട് താഴെ വരെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈനിങ് ഇട്ട് ഈ സ്കേർട്ട് തയ്ക്കണമെങ്കിൽ തുണിയെടുത്ത ആ സെയിം അളവിൽ തന്നെ ലൈനിങ്ങും എടുത്തിട്ട് ലൈനിങ്ങും തുണിയും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ച് പ്ലീറ്റ് എടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. നമ്മുടെ ഈ പാവാടയ്ക്ക് ഞാൻ ഇതുപോലൊരു വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ 2 കുഞ്ചലമൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ വള്ളി അതിൻ്റെ ഉള്ളിൽ ഇട്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ മേളിൽ നിന്ന് ആ പ്ലീറ്റുകളൊക്കെ കാണാൻ എന്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. അപ്പോൾ ഈ ഓണ സമയത്ത് സ്വന്തമായിട്ട് ഒരു പട്ടുപാവാട തയ്ക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നേ വരെ തയ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലൊരു പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കൂട്ടുകാർക്ക് ഡൗട്ടോ എന്തെങ്കിലും മനസ്സിലാകാത്തോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ ഇന്നത്തെ ഈ പാവാട തയ്ച്ച എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ഗുഡ് നൈറ്റ്.